LDFിന്റെ കൊടുവള്ളി ടൗണിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് ഈ കാണുന്നത്. ഇവിടെ എവിടെ തിരിഞ്ഞാലും ചിഹ്നമായി കാണുന്നത് ഗ്ലാസ് മാത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രമൊന്നും കാണാനേയില്ല. CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമായ K ജമീല മുതൽ ജനതാദൾ എസിന്റെ ജില്ലാ ഭാരവാഹി വരെ ജനവിധി തേടുന്നത് ഇതേ ചിഹ്നത്തിൽ. CPM ബ്രാഞ്ച് സെക്രട്ടറി TK അത്തിയത്തിനും 2 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും വേണ്ടി വോട്ട് ചെയ്യണമെങ്കിൽ പാർട്ടിക്കാർ അരിവാൾ മറന്ന് ഗ്ലാസിന് കുത്തേണ്ടി വരും. മുസ്ലിം ലീഗ് വിട്ട് PTA റഹീം ഇടതുപാളയത്തിലെത്തിയപ്പോൾ രൂപീകരിച്ച നാഷണൽ സെക്യുലർ കോൺഫറൻസാണ് സ്വന്തം പാർട്ടിയായി ഇവരെല്ലാവരും നാമനിർദ്ദേശ പത്രികയിൽ കാണിച്ചിരിക്കുന്നത്. ഇതോടെ NSCയുടെ ചിഹ്നമായ ഗ്ലാസ് ടംബ്ലറായി ഇവരുടെയെല്ലാം ചിഹ്നം. ആകെയുള്ള 37 ഡിവിഷനിൽ 28ലും LDF സ്ഥാനാർത്ഥികൾ NSCയുടെ അക്കൗണ്ടിലാണ്. 6 വാർഡുകളിൽ മാത്രമാണ് CPM സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. സ്വതന്ത്രരായി മത്സരിക്കുന്നവർക്കെല്ലാം ഒരേ ചിഹ്നം കിട്ടാനാണ് ഇങ്ങനെയൊരു ടെക്നിക്കെന്ന് CPM പറയുന്നു. CPM പലപ്പോഴും ഇവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ചിലപ്പോൾ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാറുണ്ട്. എല്ലാവരും ഇപ്പോൾ NSC ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട CPM കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട കക്ഷി. NSCയും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെ പൊതുവായിട്ടുള്ള ചിഹ്നം എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ഗ്ലാസ് ചിഹ്നം എടുത്തിട്ടുള്ളത്. ഉരുക്കുകോട്ടയായിട്ടും ലീഗ് 5 സ്വതന്ത്രരെ കൊടുവള്ളിയിൽ മത്സരിപ്പിക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് CPM പ്രതിരോധം. എന്നാൽ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ പോലും ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥയിലാണ് CPM എന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തുന്നു. കൊടുവള്ളിയിലെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പോലും ആ ചിഹ്നമില്ലാത്ത ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. PTA റഹീം എന്ന് പറയുന്ന വ്യക്തി ലീഗിൽ നിന്ന് പുറത്തു പോയപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു NSC എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ ചിഹ്നമാണ് ഗ്ലാസ്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആ ഗ്ലാസിലേക്ക് ഒതുങ്ങിപ്പോയ രാഷ്ട്രീയ ചരിത്രമാണ് കൊടുവള്ളിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ തവണയും ഇതേ അടവ് CPM പയറ്റിയെങ്കിലും കൊടുവള്ളിയിൽ ഫലിച്ചിരുന്നില്ല. ഇക്കുറിയും LDF തന്ത്രത്തിന് മാറ്റമൊന്നുമില്ലെങ്കിലും ജനം എന്ത് വിധിയെഴുതുമെന്നതാണ് കൊടുവള്ളിയിലെ സസ്പെൻസ്. മധു മേനോനോടൊപ്പം PL കിരൺ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.